കങ്കുവ എന്ന ചിത്രത്തിന്റെ റിലീസ് ട്രെയിലറിന്റെ ചില ഡീറ്റെയിൽസ് ആണ് പറയാൻ വന്നത്. സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും ബ്രഹ്മാണ്ഡ ചിത്രം ആണ് കങ്കുവ. ശിവ ആൻഡ് ടീം വന്നിരുന്നത്. തുടക്കം ബിഗ് സ്ക്രീനിൽ തന്നെ ഒരു പയ്യൻ മിസ്സിംഗ് ആയിട്ടുള്ളതാണ് കാണിക്കുന്നത്. അത് കുറച്ചുകൂടെ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ സെറ്റ എന്ന് പറയുന്ന ഒരു ബോയാണ് മിസ്സിംഗ് ആയിട്ട് കാണിക്കുന്നത്. അത് സെറ്റ എന്നുള്ളൊരു ബോയെ ബൗണ്ടി ഹണ്ടർ ആയിട്ടുള്ള ഫ്രാൻസിസ് എന്ന് പറയുന്ന സൂര്യയുടെ ക്യാരക്ടർ നൈസിലെ തൂക്കി സ്വന്തം റൂമിൽ കൊണ്ടുവന്നിരിക്കും. പയ്യൻ എന്തൊക്കെ കുത്തി വരയ്ക്കുന്നുണ്ട്. അതൊന്നും മനസ്സിലാവാത്ത സൂര്യ പയ്യന്റെ തലയിൽ കൈവച്ചപ്പോൾ പൂർവ്വകാലത്തുള്ള കങ്കുവ എന്നൊരു രാജാവിന്റെ ശബ്ദത്തിനെ കുറിച്ച് രണ്ടും ഒന്നാണെന്നുള്ള രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. അതിന് ഒന്നാണെന്ന് മനസ്സിലാവാത്ത ഈ പയ്യനെ ഗേൾ എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഈ പയ്യന്റെ കുലത്തിലുള്ള ആൾക്കാർ കങ്കുവയുടെ ട്രൈബൽസിനെ കൊല്ലുന്നുണ്ട്. അതിനെതിരായിട്ട് കങ്കുവ അവരെ പയ്യൻ ട്രൈബൽസിനെ എല്ലാം നശിപ്പിച്ച് അതിന്റെ ഇതിലാണ് ഈ മഞ്ഞിപ്പ് എന്നുള്ള ഒരു സോങ്. പയ്യന്റെ ബാക്കി എല്ലാവരും മരിച്ചു കഴിഞ്ഞു. അങ്ങനെ അത് മഞ്ഞിപ്പ് വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഒരു സോങ് ആണ് അത് നടക്കുന്നത്. ഇതിനൊന്ന് നോക്കി വെച്ചാൽ തിയേറ്റർ കത്താൻ പോകുന്ന ഒരു ഐറ്റമാണിത്. ഉതിരന്റെ ഇംഗ്ലീഷ് വരുമ്പോഴും ടച്ചാണെന്ന് നേരത്തെ തന്നെ നമുക്ക് അറിയാന്നുള്ള ഒരു ഇതാണ്. ഉതിര ആ പയ്യനെ തൂക്കിയിട്ടുണ്ട്. ആ ഉതിരന്റെ കയ്യിൽ നിന്ന് പയ്യനെ നൈസിൽ തൂക്കിയെടുത്തോണ്ട് പോകുമ്പോൾ മുതലായിട്ടുള്ള ഒരു ഫൈറ്റ് കാണിക്കുന്നുണ്ട്. സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും കിടിലം സിനിമയും കിടിലം അഭിനയവുമാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കാൻ പോകുന്നത്. നിങ്ങൾ കണ്ടു നോക്കൂ. ഇതിൽ തന്നെ സ്രാവുമായിട്ടുള്ള ഒരു ഫൈറ്റ്, ചെറിയൊരു കപ്പല് യുദ്ധത്തിലൊക്കെ വരുന്നുണ്ട്. മൃഗങ്ങളായിട്ടുള്ള ഇതിൽ കടുവ, പുലി അങ്ങനെയൊക്കെയുള്ള ചെറിയ രീതിയിലുള്ള കടുവയിലെ നേരത്തെ റിസംബ്ലൻസ് ഉണ്ട്. മാനിന്റെ കൊമ്പ് വെച്ചുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. മറ്റേ ആടിന്റെ തല മാത്രമല്ല മാനിന്റെ കൊമ്പ് വെച്ച് ആനയുടെ പുറത്തുള്ളതും. പിന്നെ ഇത് കാർത്തിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കാർത്തിയുടെ പൂർവ്വകാലവും ഉണ്ട്, ഇപ്പോഴത്തെ ലുക്കും ഉണ്ട്. ഇത് രണ്ട് ക്യാരക്ടർ, രണ്ടുപേര് തമ്മിലാണ് ഈ ഫ്ലൈറ്റ് പൊക്കുന്നത്. അതൊക്കെ ആരെന്നൊക്കെയാണെന്ന് സിനിമ കണ്ടാൽ തന്നെ അറിയോ. കങ്കുവ എന്ന് പറയുന്ന ഒരു ചിത്രം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു ചിത്രമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു.